ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ രണ്ട് സുഹൃത്തുക്കളുണ്ട്, പ്രജീഷും ജിതിനും, രണ്ടുപേരും തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭമാണ് 4 വീൽ ഓട്ടോ ഗാരേജ് എന്ന് പറഞ്ഞ് ഈ ഒരു വർക്ക്ഷോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. എർട്ടിഗയുടെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഇവിടെ തന്നെയാണ് നമ്മൾ കവർ ചെയ്തത്. നമ്മുടെ സുഹൃത്തുക്കളായതുകൊണ്ട് നമ്മൾ പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ പോകുന്നത്. അപ്പം എർട്ടിഗയുടെ തേർഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലേത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ എഞ്ചിൻ്റെ ബ്ലോക്ക് നമ്മളിവിടെ കാണാൻ നമുക്കിവിടെ പുതിയ സ്ലീവൊക്കെ ഇട്ട് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണ്ടീഷൻ കഴിഞ്ഞ സെക്കൻഡ് പാർട്ട് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, വളരെ പൂറായി പോയായിരുന്നു, വളരെ മോശമാണ്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മെയിൻ ബിയറിംഗ് ജേണലും ക്രാങ്ക് പിന്നെല്ലാം മോശം കണ്ടീഷനാണ്, ഔട്ട് ഓഫ് ദ ലിമിറ്റായി. ഇനിയിപ്പോൾ ഇതിൽ ഒന്നും ചെയ്യാനില്ല, നമുക്ക് അത്രയ്ക്കും പ്ലേ ആയി. അതുകൊണ്ട് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് ഇവിടെ പുതിയതങ്ങ് മാറാനായിട്ട് തീരുമാനിച്ചേക്കുന്നു. പുതിയ ക്രാങ്ക് ഷാഫ്റ്റാണ് ഈ വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വെച്ച് തന്നെ അസംബിൾ ചെയ്തായിരിക്കും നമ്മളിത് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. അതായത് നമ്മുടെ പുതിയ പിസ്റ്റനും റിങ്ങും കണക്റ്റിൻ്റെ ആടും അതിൻ്റെ ബിയറിങ്സും എല്ലാം ഇവിടെ തന്നെ വെച്ച് സെറ്റാക്കിയിട്ടാണ് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. ഇവിടെ നമ്മൾ ബാക്കിയുള്ള അസംബ്ലി നമ്മൾ സെൽഫായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ പുതിയ ഓയിൽ പമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പം കൂടുതൽ നമ്മളിതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ബാക്കിയുള്ള മൾട്ടിജെറ്റ്സിൻ്റെ ഒരുപാട് വീഡിയോസ് ചാനലിൽ കിടക്കുന്നുള്ളതുകൊണ്ട് മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. 4 പിസ്റ്റനും 4 കണക്റ്റിൻ്റെ ആട് നമ്മൾ പുതിയ മാറിയിരിക്കുന്നു. പിന്നെ ഫ്ലൈ വീല് പുതിയ വരാൻ ടൈമിങ് ചെയ്യാൻ വേണ്ടി മാത്രം പഴയത് പിടിപ്പിച്ചേക്കാണ്. പുതിയ ഫ്ലൈ വീല് നമുക്ക് പിടിപ്പിക്കാനുണ്ട്. അതേപോലെ ആ പഴയ ക്രാങ്ക് ഓൾറെഡി നേരത്തെ കാണിച്ചിരുന്നത് ഇങ്ങനെ ഈ അവസ്ഥയിലാണ്. ഇപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ വെച്ചെന്നേ ഉള്ളൂ, വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ടൈമിങ്ങിൻ്റെ സൈഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ടൈമിങ്ങിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ പ്രജീഷ് ഇവിടെ കറക്റ്റായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. ഇതുകൂടാതെ ഇതിൻ്റെ ടർബോ ചാർജർ, പമ്പ്, ഇഞ്ചക്ടേഴ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും സർവീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണാം ടർബോ ചാർജർ വെട്ടിപ്പുണ്ട്. VGT ടൈപ്പ് ടർബോ ചാർജറാണ് വരുന്നത് എർട്ടിഗയ്ക്ക്. അങ്ങനെ ബാക്കിയുള്ള വേണ്ട നട്ട് ബോൾട്ട്സും കാര്യങ്ങളും നമ്മുടെ ടൈമിങ് കിറ്റും കാര്യങ്ങളെല്ലാം മാരുതിയുടെ ജെനുവിൻ തന്നെയാണ് എടുത്തേക്കുന്നത്, എല്ലാ സാധനങ്ങളും. പിന്നെ പാക്കിങ്ങുകൾ അതെല്ലാം മാരുതിയുടെ ജെനുവിൻ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇവിടെ EGRും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് നമ്മുടെ പുതിയ ഫ്ലൈ വീൽ വന്നു. ഫ്ലൈ വീലും ക്ലച്ചും എല്ലാം പുതിയതായിട്ട് തന്നെ നമ്മൾ മാറിയിരിക്കുന്നുണ്ട്. അങ്ങനെ മെജോറിറ്റി സാധനങ്ങൾ നമ്മൾ പരമാവധി നമുക്ക് റീയൂസ് ചെയ്യാവുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം പുതുതായിട്ട് തന്നെ ഈ ഒരു എഞ്ചിനിൽ ചെയ്യേണ്ടി വന്ന അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഇതിനകത്ത് വന്നു. എന്തായാലും നമുക്കിനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പിന്നെ ടോട്ടൽ കോസ്റ്റിനെ കുറിച്ച് പ്രജീഷ് ഇതിനകത്ത് കൂടുതൽ ഷെയർ ചെയ്യും. നമ്മുടെ ചാനലിനകത്ത് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പ്രജീഷിനെ കോൺടാക്ട് ഇടുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് അതിൽ വിളിച്ചാൽ മതി. ഇതാണ് നമ്മുടെ എഞ്ചിൻ്റെ സൗണ്ട്. ഇനിയും കുറച്ച് നേരം റണ്ണിങ്ങിൽ ഇട്ട് സ്മൂത്താകാനുണ്ട്. നല്ലോണം സ്മൂത്തായതിന് ശേഷം മാത്രമേ നമ്മളിത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഗൈസ്, ഈ ഒരു 4 വീൽസ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പ് നമ്മുടെ കുറളങ്ങാട് ടൗണിൻ്റെ അടുത്താണ്. കോൺടാക്ട് ചെയ്യേണ്ടവർക്ക് കമൻറ്റിൽ നോക്കിയാൽ നമ്പർ കിട്ടും. അപ്പോൾ എത്ര മണിക്കൂർ ഇടും പ്രജീഷേ സ്റ്റാർട്ടിങ്ങിൽ? 3 മണിക്കൂർ മിനിമം. 3 മണിക്കൂർ ഇട്ട് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രയൽ പോകും. ട്രയൽ എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടായിരിക്കും വണ്ടി കൊടുക്കുള്ളൂ? 100 കിലോമീറ്റർ ഓടിക്കും. 100 കിലോമീറ്റർ എല്ലാം ഓടിച്ച് നോക്കി തൃപ്തിപ്പെട്ടിട്ട് കൊടുക്കാം അല്ലേ?